ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. ട്രെയിനുകളിൽ പുതിയ മാറ്റവുമായി റെയിൽവേ. സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇനി മുതൽ AC കോച്ചുകളിലേതുപോലെ ബെഡ് റോൾ ലഭിക്കും. ജനുവരി 1 മുതലാണ് ഈ സേവനം ആരംഭിക്കുക. സ്ലീപ്പർ ക്ലാസ് യാത്രയിൽ ഇനി പുതച്ചുറങ്ങാനും കൂടുതൽ സുഖകരമായി സഞ്ചരിക്കാനുമുള്ള സംവിധാനമാണ് റെയിൽവേ കൊണ്ടുവരുന്നത്. ബെഡ്ഷീറ്റ്, തലയിണ കവർ എന്നിവ ഉൾപ്പെടുന്ന ബെഡ് റോൾ പണം നൽകിയാൽ സ്ലീപ്പർ ക്ലാസ്സിലും ലഭ്യമാകും. ഒരു ബെഡ് റോളിന് 50 രൂപയാണ് നിരക്ക്. വേർതിരിച്ചാവശ്യപ്പെടുന്നവർക്ക് തലയിണയും കവറും ചേർന്ന് 30 രൂപയും ബെഡ്ഷീറ്റിന് 20 രൂപയും നൽകേണ്ടി വരും. ഇപ്പോൾ AC സ്ലീപ്പർ കോച്ചുകളിൽ മാത്രമാണ് ബെഡ് റോൾ സൗജന്യമായി ലഭിക്കുന്നത്. പുതിയ സംവിധാനം ആദ്യഘട്ടം ചെന്നൈ ഡിവിഷനിലെ 10 ട്രെയിനുകൾ നടപ്പാക്കും. കേരളത്തിലൂടെ ഓടുന്ന മംഗളൂരു ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ്, പാലക്കാട് എക്സ്പ്രസ്, തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, ആലപ്പി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലെ സ്ലീപ്പർ കോച്ചുകളിലും ഈ സേവനം ലഭ്യമാകും. പദ്ധതി ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധി നിർബന്ധമാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വന്തം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക അനുമതി നൽകണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ 145A വകുപ്പ് പ്രകാരവും 94 കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ 202A വകുപ്പ് പ്രകാരവും സ്വകാര്യ മേഖലയിലുള്ള ഏതെങ്കിലും വാണിജ്യ സ്ഥാപനത്തിലോ വ്യാപാര വ്യവസായ സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്നവർക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനാണ് അവധി. അവധിയെടുക്കുന്ന വ്യക്തികളുടെ വേതനം നിഷേധിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 2025 ഡിസംബർ 9 പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെയും ഡിസംബർ 11 തിരഞ്ഞെടുപ്പ് നടക്കുന്ന തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേതനത്തോടു കൂടിയുള്ള അവധി നൽകണമെന്നാണ് ഉത്തരവ്. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് വോട്ടെടുപ്പ് ദിവസം അവിടെ പോയി വോട്ട് ചെയ്യുന്നതിന് പ്രത്യേക അനുമതി നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങി സർക്കാർ. ഇനി മുതൽ 9446700800 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഫോട്ടോയോ വീഡിയോ ലൊക്കേഷൻ സഹിതം പരാതി അയക്കാം. തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പിഴത്തുകയുടെ 4/1 പാരിതോഷികമായി ലഭിക്കും.